അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. ഇഅ്മാലുൽ മസ്തർ എന്ന പുതിയ ബാബിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഫിഅൽ ചെയ്യേണ്ട അമൽ മസ്തർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഫിഅൽ ചെയ്യേണ്ട അമൽ മസ്തർ ചെയ്യുമ്പോൾ ആവശ്യമായ നിബന്ധനകളും മാനദണ്ഡങ്ങളും എന്താണ് എന്നാണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇളരിബ് സെയ്ദൻ എന്നുള്ളിടത്ത് സെയ്ദിനെ നീ അടിക്ക് എന്നുള്ളിടത്ത് ഒരു ഫിഅലുമാണ്, ഒരു ഫായിലുണ്ട്, ഒരു മഫ്ഊലുമുണ്ട്. ഇവിടെ ഇളരിബ് എന്നുള്ളതിന് പകരം ലർബൻ സെയ്ദൻ, ഇളരിബ് എന്നുള്ള ഫിഅലിൻ്റെ അതേ അർത്ഥവും അതേ പണിയുമാണ് ലർബൻ സെയ്ദൻ എന്നുള്ളത് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യമായ ഘടകങ്ങൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 2 ബൈത്തും അതിൻ്റെ ഷറഹിലെ ചില ഭാഗങ്ങളും വളരെ ചുരുങ്ങിയൊരു ഭാഗവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بفعله المسطر ألهك في العمل مضافا أو مجردا أو ماء إن كان فعل ماء أو ما يحل محله والاسم مصدر أمل. അപ്പോഴാദ്യം നമുക്ക് ബൈത്ത് അർത്ഥം വെച്ച് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബി ഫിഅലിഹി അൽ മസ്തറ, മസ്തറിനെ അതിൻ്റെ ഫിഅലിനോട്, മസ്തറിൽ നിന്ന് രൂപപ്പെട്ടൊരു ഫിഅൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ മസ്തറിനെ അതിൻ്റെ ഫിഅലിനോട് അൽഹിക് ഫിൽ അമൽ, അമലിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചേർക്കുക എന്ന് വെച്ചാൽ ഫിഅൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മസ്തറിനും ചെയ്യാനുള്ള അനുവാദം നിങ്ങൾ നൽകുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിന് 3 അവസ്ഥകളുണ്ടാകും. മുലാഫൻ ഔ മുജറദൻ ഔ മഅൽ. ഈ 3 അവസ്ഥകളും നമുക്ക് പരിചയമുള്ള അവസ്ഥകളാണ്. ഒന്നുകിൽ മുലാഫായിട്ട്, ഉദാഹരണം ലർബക സൈദൻ, അല്ലേ, ലർബക സൈദൻ, അല്ലെങ്കിൽ അജിബ്തു മിൻ ലർബിക സൈദൻ, നീ സെയ്ദിനെ അടിച്ചു എന്ന് ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നി. അജിബ്തു മിൻ ലർബിക സൈദൻ, അവിടെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫീലുണ്ട്, അല്ലേ. അജിബ്തു മിൻ അൻ തളിരിബ സൈദൻ അല്ലെങ്കിൽ മിമ്മാ തളിരിബ് സൈദൻ എന്നുണ്ട്. അതുപോലെ മുജറദൻ ലർബൻ സൈദൻ, അല്ലെങ്കിൽ അല്ലിനോട് കൂടെ അല്ലർബ സെയ്ദൻ, അല്ലെങ്കിൽ അജിബ്തു മിൻ അല്ലർബി സെയ്ദൻ ഒക്കെ ഉണ്ട്. ഈ 3 അവസ്ഥകളും ഉണ്ടാവും. ഒന്നുകിൽ അലിഫ്ലാം, അല്ലെങ്കിൽ മുലാഫ്, അല്ലെങ്കിൽ ഇത് രണ്ടുമില്ലാത്ത തൻവീന്. ഈ അവസ്ഥകളായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ അവസ്ഥകൾ എപ്പോഴാണ് ഉണ്ടാവുക? ഇൻകാന ഫിഅലുൻ മഅ അൻ ഔ മാ യഹുൽ മഹല്ലഹു. ഈ ഫിഅല് അന്നിനോട് കൂടെയോ അല്ലെങ്കിൽ മായോട് കൂടെയോ മസ്തറിൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പറ്റുമ്പോൾ, വിശദീകരണം വരും ഷറഹിൽ. അഥവാ ഈ മസ്തറിന് എപ്പോഴാണ് വരാൻ പറ്റുക? ഇങ്ങനെ മുലാഫ്, മുജറദ്, മുഹല്ല ബിൽ അലിഫി വല്ലാം ഒക്കെ ആയി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എന്ത് സങ്കല്പിക്കാൻ പറ്റണം നമുക്ക്? ഒരു ഫേലും അതിൻ്റെ കൂടെ ഒരു അന്ന്, അല്ലെങ്കിൽ ആ ഫേലും അതിൻ്റെ കൂടെ ഒരു മായും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വലി ഇസ്മി മസ്തർ. ഇപ്പം നമ്മളിതുവരെ പറഞ്ഞ മസ്തറിൻ്റെ കാര്യമാണ്. ഇനി ഒരു ഇസ്മു മസ്തർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരൊരു മസ്തർ ആവില്ല, അതിൻ്റെ അതിൻ്റെ ഒരു മസ്തർ തന്നെ ആയിരിക്കും, പിന്നീട് അതൊരു ഇസ്മായി രൂപപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അത്വാ എന്നുള്ളത് യുഅത്തി അത്താ, അല്ലേ. അത്താ പറഞ്ഞാൽ നൽകലിനാണ്, പക്ഷെ പിന്നീട് അത്താ എന്നുള്ളത് ദാനം എന്ന അർത്ഥമായി മാറി, ഒരു ഇസ്മു മസ്തറായി മാറി. മസ്തറായിരുന്നു, പിന്നീട് അതൊരു ഇസ്മായി മാറി. അതിനെയാണ് നമ്മൾ ഇസ്മു മസ്തർ എന്ന് പറയും. അത്ത ആണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ദാനം എന്നർത്ഥം പറയൽ. അതിനും അമലുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഷറഹിൽ വരുന്നുണ്ട്, തർക്കവിതർക്കങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ചോദ്യത്തിന് സാധ്യതയുള്ളതാണ്, നോട്ട് ചെയ്തു വെച്ചോളിം. ഇനി മുതൽ എല്ലാ ദിവസവും നോട്ട് എഴുതണം, എന്നിട്ട് എനിക്ക് അയച്ചു തരും വേണം ഇൻഷാ അല്ലാഹ്. അത് ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ പറയാം. ഒന്നാമത്തത് യഅമലുൽ മസ്തറു അമലൽ ഫിഅലി ഫീ മൗളിഅൈനി. ഒന്നാമത്തെ ചോദ്യം, മസ്തർ ഫിഅലിൻ്റെ അമൽ ചെയ്യുന്നത് 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, അൻ യകൂന നായിബൻ മനാബൽ ഫിഅൽ. ഒന്നുകിൽ ആ മസ്തർ ഫിഅലിൻ്റെ പകരക്കാരനായി വന്നതാണ്, സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, ഉദാഹരണം ലർബൻ സൈദൻ, അവിടെ ശരിക്കും ഇളരിബ് സൈദൻ എന്നാണ്. അപ്പോൾ ഇളരിബ് എന്നുള്ളതിൻ്റെ പകരക്കാരനായിട്ട് ഇറങ്ങിയ ആളാണ് ലർബൻ.
അപ്പോൾ സെയ്ദൻ എന്നുള്ളത് മൻസൂബും ബിൽ ലർബൻ. ലർബൻ അപ്പോൾ സെയ്ദിനെ ആരാണ് നസ്ബ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് കുറേ നടക്കണ്ട. കാരണം അതിൻ്റെ മുമ്പ് മസ്തറല്ലേ, മസ്തറിനൊക്കെ അമൽ ചെയ്യാൻ പറ്റൂ എന്ന് ആലോചിച്ച് നടക്കണ്ട. കാരണം എന്താ, ലി നിയാബത്തിഹി, ആ മസ്തർ വെറും മസ്തറല്ല, അത് പകരം വന്നതാണ് മനാബ് ഇളിരിബ്. ഇളിരിബ് എന്നുള്ളത്, ഇളിരിബിന് എന്തായാലും സെയ്ദൻ എന്നുള്ളതിന് നസ്ബ് ചെയ്യാനുള്ള പവർ ഉണ്ടല്ലോ അല്ലേ. ഇളിരിബ് എന്നുള്ളത് അംബ്ര ഫീലല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ പകരം വരുന്ന ആൾക്കും അതിനുള്ള പവർ വേണം. അപ്പോൾ ലർബൻ എന്നുള്ളത് തന്നെയാണ് അതിന് അമൽ ചെയ്തത്. വഫീഹി ലമീറുൻ മുസ്തത്തിറുൻ, ആ ലർബൻ എന്നുള്ളതിൽ ഒരു മുസ്തത്തിറായ ലമീറുണ്ട്. അത് മർഫൂൻ, അത് റഫ് ചെയ്യപ്പെട്ടതുമാണ്, മർഫു ആണ്. കമാഫി ഇളിരിബ്, ഇളിരിബ് എന്നുള്ളതിൽ മുസ്തത്തിറായ ലമീറുള്ള പോലെ ഇളിരിബിൻ്റെ പകരം വന്ന ലർബൻ എന്നുള്ളതിലും മുസ്തത്തിറായ ലമീറുണ്ട്. വഖദ് തഖദ്ദമ ദാലിക ഫീ ബാബിൽ മസ്തർ, ഇതൊക്കെ മസ്തറിൻ്റെ ബാബിൽ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഒരു സന്ദർഭം ഇതാണ്. രണ്ടാമത്തെ സന്ദർഭം അയ്യക്കൂനൽ മസ്തറു, മസ്തറായിരിക്കും. ഒന്ന് മസ്തർ ഫെയിലിൻ്റെ പകരം വരിക. രണ്ട് മസ്തർ മുഖദ്ദൻ, സങ്കല്പിക്കാൻ പറ്റുന്നതാവണം. ബി അൻ വൽ ഫെയിലി, അൻ വൽ ഫെയിൽ, അൻ യഫ് അല, അൻ യളിരിബ, അൻ തളിരിബ. അങ്ങനെ ഒരു അന്ന് പ്ലസ് ഫെയില് അതിൻ്റെ ഒപ്പം സങ്കല്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിൽ നിന്ന് സങ്കല്പിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഔ ബി മാ വൽ ഫെയില്, മായും ഫെയിലും. ഒന്നെങ്കിൽ അൻ പ്ലസ് ഫെയില് അല്ലെങ്കിൽ മാ പ്ലസ് ഫെയില്. മാ ഫെയില് പറഞ്ഞാൽ മിമ്മ തളിരിബു, നീ അടിച്ച കാര്യത്തിൽ മിമ്മ തളിരിബു. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് നമ്മൾ അല്ലേ. വഹുവൽ മുറാദ് ബിഹാദൽ ഫസ്ലി, ഇതാണ് ഇങ്ങനെ അൻ വൽ ഫെയില് മാ വൽ ഫെയില് എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു തരം മസ്തറുണ്ട്. ആ മസ്തറിനെ കുറിച്ചാണ് ഈ ബാബിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒന്നാമത്തെ മൗലി ഇതിൽ ചർച്ച ചെയ്യുന്നില്ല. രണ്ടാമത്തെ മൗലി ആണ് ഈ പാഠഭാഗത്തിൻ്റെ ചർച്ചാ വിഷയം. അപ്പോൾ എന്താണ് ഈ അന്നും മായും തമ്മിലുള്ള വ്യത്യാസം? അൻ പ്ലസ് ഫെയിലും മാ പ്ലസ് ഫെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോൾ യുക്കദ്ദറു ബി അൻ, അൻ എന്നുള്ളത് സങ്കല്പിക്കപ്പെടുക. ഇതാ ഉരീദ ബിൽ മസ്തരി, ആ മസ്തർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അൽ മുളിയു വൽ ഇസ്തിഖ്ബാലു, മാലിയും ഇസ്തിഖ്ബാലു ഫ്യൂച്ചറും ആണെങ്കിലാണ്. നമുക്ക് പലതും സങ്കല്പിക്കാം അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് അജിബ്തു മിൻ ലർബിക സെയ്ദൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സെയ്ദിനെ നീ അജിബ്തു മിൻ ലർബിക സെയ്ദൻ, ഇത് സെയ്ദിനെ അടിക്കും എന്നാണോ അടിച്ചു എന്നാണോ അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് മാലിയും ഇസ്തിഖ്ബാലുമാണെങ്കിൽ, അതായത് നീ സെയ്ദിനെ ഇന്നലെ സെയ്ദിനെ അടിച്ചത് കണ്ടിട്ട് അത്ഭുതം തോന്നി, അല്ലെങ്കിൽ സെയ്ദിനെ നീ അടിക്കും എന്നത് ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നുന്നു, ഏജൊക്കെ സെയ്ദിനെ അടിക്കുമോ എന്നാലോചിച്ച് എനിക്ക് അത്ഭുതം. ഈ രണ്ടെണ്ണാണെങ്കിലാണ് അവിടെ എന്ത് സങ്കല്പിക്കുക? അൻവൽ ഫെയിൽ സങ്കല്പിക്കുക. അപ്പോൾ എങ്ങനെ സങ്കല്പിക്കണം? അജിബ്തു മിൻ അൻ തളിരിബ സെയ്ദൻ ഗദൻ, അജിബ്തു മിൻ അൻ തളിരിബ സെയ്ദൻ അംസി, ഇങ്ങനെ ആയിരിക്കും. അജിബ്തു മിൻ ലർബിക സെയ്ദൻ അംസി ഔ ഗദൻ, അങ്ങനെ ആയിരിക്കും അതിൻ്റെ വരിക. അജിബ്തു മിൻ ലർബിക സെയ്ദൻ അംസി ഔ ഗദൻ, നീ ഇന്നലെ സെയ്ദിനെ അടിച്ചു എന്നാലോചിച്ച്, അല്ലെങ്കിൽ സെയ്ദിനെ നീ നാളെ അടിക്കും എന്നതാലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നുള്ളതിൻ്റെ തഖ്ദീർ എന്തായിരിക്കും? അജിബ്തു മിൻ അൻ ലറബ്ത സെയ്ദൻ അംസി, അജിബ്തു മിൻ അൻ തളിരിബ സെയ്ദൻ ഗദൻ എന്നായിരിക്കും. ഇവിടെയാണ് അൻ പ്ലസ് വൽ ഫെയിൽ വരും, അൻ പ്ലസ് ഫെയിൽ വരും. അപ്പോൾ മാ പ്ലസ് ഫെയിലോ, അതാണ് അടുത്ത് പറയുന്നത്. വയുക്കദ്ദറു ബി മാ വൽ ഫെയിൽ, മാ വൽ ഫെയിൽ, ഈ മസ്തറിൽ നിന്ന് സങ്കല്പിക്കുന്നത് മാ പ്ലസ് ഫെയിൽ ആണെങ്കിൽ അത് എപ്പോഴായിരിക്കും? ഇതാ ഉരീദ ബിഹിൽ ഹാലു, ആ മസ്തർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഹാല്, ഏത് പ്രസൻ്റ് ആണെങ്കിലാണ്. ഉദാഹരണം അജിബ്തു മിൻ ലർബിക സെയ്ദൻ അൽ ആൻ, ഇജിപ്പ് ഇങ്ങനെ സെയ്ദിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നി. ഈ വയ്യാത്ത സമയത്താണല്ലോ സെയ്ദിനെ അടിക്കുന്നത്, ഉദാഹരണം ഇപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അവിടെ സങ്കല്പിക്കേണ്ടത് അജിബ്തു മിൻ അൻ തളിരിബ് സെയ്ദൻ എന്നല്ല, അജിബ്തു മിമ്മാ തളിരിബ് സെയ്ദൻ എന്നാണ്. മിമ്മാ തളിരിബ് സെയ്ദൻ അൽ ആൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തക്ദീർ ചെയ്യാൻ പറ്റുന്ന ഫിഇല് പ്ലസ് തക്ദീർ ചെയ്യാൻ പറ്റുന്ന മസ്തറിനെ കുറിച്ചാണ് നമ്മുടെ ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. ആ തക്ദീർ ചെയ്യുന്നത് തന്നെ എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഉദ്ദേശമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, മസ്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയെയും ഭൂതത്തെയുമാണെങ്കിൽ, മാലിയെയും ഫ്യൂച്ചറിനെയുമാണെങ്കിൽ അജിബ്തു മിൻ അൻ എന്നാണ് വരേണ്ടത്. അതല്ല ഹാലാണെങ്കിൽ അജിബ്തു മിൻ മാ എന്നാണ് വരേണ്ടത്. വഹാദൽ മസ്തറുൽ മുഖദ്ദറു, ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ഫെയിലിനെ സങ്കല്പിക്കാൻ പറ്റുന്ന മസ്തർ യഅമലു ഫീ സലാസത്തി അഹ്വാൽ, 3 അവസ്ഥകളിലും അമൽ ചെയ്യും. ഏതാണ് ഈ 3 അവസ്ഥകൾ? 1 മുലാഫ്, അജിബ്തു മിൻ ലർബിക സെയ്ദൻ. 2 മുജറദൻ അനിൽ ഇലാഫത്തി വൽ അൽ വഹുവൽ മുനവ്വനു, തൻവീനായിട്ട് അജിബ്തു മിൻ ലർബിൻ സെയ്ദൻ. 3 വ മുഹല്ലാ ബിൽ അലിഫി വല്ലാമി, അജിബ്തു മിൻ അൽ ലർബി സെയ്ദൻ. ഈ 3 അവസ്ഥകളിലും
ഈ തഖ്ദീർ ചെയ്യാൻ പറ്റുന്ന മസ്തർ അമൽ ചെയ്യും. അപ്പോൾ ഇവിടെ മൂന്നിടത്തും നമുക്ക് തഖ്ദീർ ചെയ്യാം. എന്തിനെയാണ് തഖ്ദീർ ചെയ്യേണ്ടത് എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമല്ലല്ലോ. ഈ അൻ പ്ലസ് ഫീല് അല്ലെങ്കിൽ മാ പ്ലസ് ഫീല്. ഇനി അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതിലിപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? മുലാഫാണോ, മുനവ്വനാണോ, മുഹല്ല ബിൽ അലിഫ് വല്ലാമാണോ? ഏമാലുൽ മുലാഫി അക്തറു മിൻ ഏമാലിൽ മുനവ്വനി. ഏറ്റവും ഒന്നാമത് കിടക്കുന്നത് മുലാഫാണ്. മുലാഫായിട്ടാണ്. അജിബ്തു മിൻ ലർബിക്ക എന്ന രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മുനവ്വനിനേക്കാൾ കൂടുതൽ അതാണ്. അജിബ്തു മിൻ ലർബിൻ എന്നുള്ളതിനേക്കാൾ അജിബ്തു മിൻ ലർബിക്ക എന്നുള്ളതാണ്. അപ്പോൾ ഏമാലുൽ മുനവ്വനി അക്തറു മിൻ ഏമാലിൽ മുഹല്ല ബിൽ അലിഫ് എല്ലാം. മുനവ്വനായിട്ടാണ് മുഹല്ല ബിൽ അലിഫ് എല്ലാമിനേക്കാൾ കൂടുതലുള്ളത്. അപ്പോൾ ഒന്നാമത് മുലാഫ്, രണ്ടാമത് മുനവ്വന്, മൂന്നാമത് മുഹല്ല ബിൽ അലിഫ് എല്ലാം. വലിഹാദാ ബദ അൽ മുസന്നിഫു ബിദിക്രിൽ മുലാഫി. മുലാഫൻ ഔ എങ്ങനെ പറഞ്ഞത് ബെയ്ത്തിൽ? മുലാഫൻ ഔ മുജറദൻ ഔ ബി അൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഔ മാ അൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിഹാദാ ബദ അൽ മുസന്നിഫു ബിദിക്രിൽ മുലാഫി. അതുകൊണ്ടാണ് മുസന്നിഫ് മുലാഫ് പറഞ്ഞു തുടങ്ങിയത്. സുമ്മൽ മുജറദി, പിന്നെ മുജറദിനെ കുറിച്ചാണ് പറഞ്ഞത്. സുമ്മൽ മുഹല്ല, പിന്നെ മുഹല്ലയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ, ബെയ്ത്ത് സഹിതമുള്ള ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ആദ്യം പറയേണ്ടത് മുനവ്വനിനെ കുറിച്ചൊരു ഉദാഹരണം പറയാം. വമിൻ ഏമാലിൽ മുനവ്വനി കൗലുഹു തആല. അള്ളാഹുവിൻ്റെ കൗലുണ്ട്, നമുക്കറിയാം. ഔ ഇത്ഗാമുൻ ഫി യൗമിൻ ദി മസ്ഗബ യതീമൻ, അല്ലേ? സൂറത്തുൽ ബലദിലെ 14-ാമത്തെ ആയത്ത്. നിങ്ങൾ യതീമിനെ ഭക്ഷിപ്പിക്കൽ അഥവാ ഭക്ഷിപ്പിക്ക് എന്നർത്ഥം. ഇത്ആമുൻ യതീമൻ, ഇത്ആമുൻ യതീമൻ, യതീമിനെ ഭക്ഷിപ്പിക്കുക. അവിടെ യതീമൻ എന്നുള്ളത് മൻസൂബും ബി ഇത്ആമിൻ, ഇത്ആമ് എന്നുള്ളത് കൊണ്ടാണ് മൻസൂബായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത്ആമിന് അമൽ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ്, അല്ലേ? ഒരു സാധനം മൻസൂബായത് മറ്റൊന്നു കൊണ്ടാണെങ്കിൽ ആ സാധനം നാസിബായിരിക്കും. നാസിബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആമില്, അമൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. വഖൗലു ഷായിരി. ഇനി മുനവ്വന് മറ്റൊരു ഉദാഹരണം കൂടി, ഷായിറിൻ്റെ വാക്ക്. ബിളർബിൻ ബിസ്സുയൂഫി റൂസ ഖൗമിൻ അസൽനാ ഹാമഹുന്ന അനിൽ മഖീലി. ഒരാൾ യുദ്ധം ചെയ്യാൻ പോയി, അങ്ങനെ ഞങ്ങൾ വാളുകളെടുത്ത്, ഞങ്ങളുടെ വാളുകൾ കൊണ്ട് ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയത് വാലറ്റക്കാരല്ല, ബോളർമാരല്ല, നല്ല നല്ല കിഡിലോസ്കി ബാറ്റ്സ്മാൻമാരെയാണ് എറിഞ്ഞു വീഴ്ത്തിയത് എന്നാണ് പറയുന്നത്. ബിളർബിൻ ബിസ്സുയൂഫി, വാളുകൾ കൊണ്ട് വെട്ടിയിട്ട്. റൂസ ഖൗമിൻ, ഓരോ സമൂഹത്തിലെ നല്ല നല്ല കിണ്ണം കാച്ചിയ നേതാക്കന്മാരെ വെട്ടിയിട്ട്. അസൽന ഹാമഹുന്ന, അവരുടെ തലകളെ ഞങ്ങൾ നീക്കം ചെയ്തു. അനിൽ മക്കീലി, അവരുടെ പിരടിയിൽ നിന്ന്. അത് ഒരുപാട് അതിൻ്റെ ബാക്കി ഇങ്ങനെ കവിതകളുണ്ടാവും. ഓലെ കുറിച്ച് ഇങ്ങനെ പറയണം. നിങ്ങൾ കേട്ട ഈ യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നത് വെറും യുദ്ധവിജയം മാത്രമല്ല. ഈ വിജയം എന്ന് പറഞ്ഞാൽ ഒരു പത്തരമാറ്റ് മികവുള്ള വിജയമാണ്. കാരണം ഞങ്ങൾ തകർത്ത് കളഞ്ഞത് അവിടുത്തെ നേതാക്കന്മാരെയാണ്. നോക്കി നിങ്ങൾ, ബിളർബിൻ റൂസ ഖൗമിൻ, ബിളർബിൻ റൂസ ഖൗമിൻ, അല്ലേ? റൂസ് എന്നുള്ളതിന് നസ്ബ് ചെയ്തത് ആരാ? ലർബിൻ എന്ന് പറയുന്ന മുനവ്വനായ മസ്തറാണ്. ഫറൂസ എന്നുള്ളത് മൻസൂബും ബിളർബിൻ. ഇനി വമിൻ ഏമാലിഹി വഹു മുഅല്ലാബിൽ. അപ്പോൾ മുനവ്വന് കഴിഞ്ഞു, ഇനി അടുത്ത മുഹല്ലാബിൽ അലിഫി വല്ലാം. അതിൻ്റെ ഉദാഹരണം ഓക്കെ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഇനി അടുത്തും യുദ്ധം തന്നെയാണ്. ഞങ്ങൾക്കൊരു ചങ്ങായിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഈ ചങ്ങായി അടിച്ച് പൊളിച്ച് പെർഫോം ചെയ്യുന്നതാണ് കരുതിയത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടിയില്ല. വെറുതെ കോടികൾ മുടക്കിയിട്ട് ടീമിലെടുത്തു എന്നേ ഉള്ളൂ. ലൈഫുൻ നികായത്തി അഅദാഅഹു യഖാലുൽ ഫിറാറ യുറാഖിൽ അജൽ എന്നുള്ളതാണ്. അപ്പോൾ ലൈഫുൻ നികായത്തി അഅദാഅഹു, സ്വന്തം ശത്രുക്കളെ ആക്രമിക്കുന്നതിൽ ബലഹീനനാണവൻ. ലൈഫുൻ നികായത്തി അഅദാഅഹു യഖാലുൽ ഫിറാറ, അവൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. യഖാലുൽ ഫിറാറ, അവൻ ഓടിപ്പോകുന്നതിനെ വിചാരിക്കുന്നുണ്ട്. അത് കുറേ 4 ഓവർ ചെയ്ത് നല്ല റൺ കിട്ടിക്കണം. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ സാധ്യതയല്ല, ഓടാൻ സാധ്യത ഉണ്ട്. യുറാഖിൽ അജൽ, അവൻ യുദ്ധക്കളത്തിൽ നിൽക്കാത്തത് യുറാഖിൽ അജൽ, അവൻ അവൻ്റെ അജലിനെ, അവൻ്റെ ആയുസ്സിനെ നീട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ഓനെന്ന് നമ്മളെടുത്തത്, ടീമിലെടുത്തത് ശരിയായില്ല എന്നർത്ഥം. ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഇപ്പം എന്താ ആലോചിക്കാനുണ്ടോ? അന്നിക്കായത്തി അഴുതാഹു, ലൈഫ് നിക്കായത്തി അഴുതാഹു. അഴുതാഹു എന്നുള്ളതിന് നിസ്ബ് കിട്ടിയത് ആരാണ്? നിക്കായത്ത് എന്ന് പറയുന്ന അലിഫ്ലാമുള്ള മസ്തറാണ്. ലൈഫ് നിക്കായത്തി അഴുതാഹു, ശത്രുക്കളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ബലഹീനനാണ്. പിന്നെ അടുത്തൊരു സംഗതി,
ഇത് ഈ പറഞ്ഞ മാതിരി ഒരാളെ യുദ്ധത്തിന് വിളിച്ചു വരുത്തി, അല്ലെ അയാൾ സഹായം തേടി, അല്ലെങ്കിൽ പക്ഷെ അയാൾ എന്ത് ചെയ്തു, നമ്മൾ തന്നെ കൊന്നു കളഞ്ഞിട്ട് പിന്നെ അയാൾ നശിച്ചു പോയല്ലോ, അയാൾ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടം കൊള്ളുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇന്നക്ക, നിനക്കെന്ത് കാര്യമുണ്ട്? തഅ്ബീന എന്ന് പറയുന്നത് അനുശോചനം പറയുന്നതിനാണ്, അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ വേദനിക്കുന്നതിനാണ്. ഇന്നക്ക തഅ്ബീന, നീ എന്തിനാണ് അനുശോചനം ചെയ്യുന്നത്? നീ എന്തിനാണ് കരയുന്നത്? കരയുന്നതിൽ എന്ത് കാര്യമുണ്ട്? ഉർവക്ക് എന്തിനാണ് നീ അനുശോചനം പറയുന്നത്? ഉർവയെക്കുറിച്ച് എന്തിനാണ് നീ കരയുന്നത്? ബഅദമാ ദഅക, അവൻ നിന്നോട് സഹായം ആവശ്യപ്പെട്ടു. ബഅദമാ ദഅക, ഉർവ നിന്നോട് സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ സഹായം നൽകാമെന്ന് നമ്മൾ പറഞ്ഞു. വഅയ്ദീന, എന്നിട്ട് നമ്മുടെ കൈകൾ തന്നെ ഇലൈഹി, ആ ഉർവയെ കൊല്ലാൻ വേണ്ടി ശവാരിയോ നീളുകയായിരുന്നു. റോഡുകളായിരുന്നു എന്നല്ല, നീളുകയായിരുന്നു നമ്മുടെ കൈകൾ. അപ്പം നമ്മളോട് സഹായം തേടിയ ആളെ നമ്മൾ തന്നെ കൊന്നിട്ട് പിന്നെ നമ്മൾ തന്നെ സങ്കടം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ കൊന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ മഹാഭാരതത്തിലെ ഒരു കഥയുണ്ട് അല്ലേ, ഘടോത്കചനെ വിളിച്ചു വരുത്തിയിട്ട് ഘടോത്കചനെ കൊന്നു കളഞ്ഞു കൃഷ്ണ. അപ്പോൾ ഭീമന് സങ്കടപ്പെട്ടു. ആ കഥ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ കഥ ഇതിലേക്ക് ചേർത്ത് വായിച്ചാൽ മതി. അവർ സഹായം ആവശ്യപ്പെട്ട് വന്ന് സഹായം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അയാൾ കരഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ തന്നെ കൊലക്ക് കൊടുത്ത പോലെയായി മാറി എന്നാണ് ഇവിടെ. അതേപോലെ തന്നെ അടുത്തൊരു ഉദാഹരണം, ലഖദ് അലിമത് ഉലൽ മുഗീറത്തി അന്നനി കറർതു ഫലം അൻകുൽ അനിൽ ദർബി മിസ്ബാ. ഇയാളെ തന്നെ സ്വയം പുകഴ്ത്തി പറയാണ്, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കുതിരകൾക്ക് വരെ അറിയാം മിസ്മഇനെ കൊന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്നുള്ളത്. ലഖദ് അലിമത് ഉലൽ മുഗീറ, അല്ലേ, അഗാറ ഫഅസർന ബിഹി വൽ ആദിയാതി ലബ്ഹൻ വൽ മൂരിയാതി കദ്ഹൻ ഫൽ മുഗീറാതി സുബ്ഹ, അല്ലേ, സുബഹി സമയത്ത് ആക്രമിക്കുന്ന കുതിരകൾ, ആ ഉലുൽ മുഗീറയാണിത്. ഈ കുതിരകൾക്കറിയാം അന്നനി, ഞാൻ കറർത്തു, ഞാൻ ഓടുകയാണ്, ഞാൻ ചാടി വീഴുകയാണ്, ഫലം അൻകുൽ വലം അൽഅഫ്, ഞാൻ ഒരിക്കലും ബലഹീനനാവൂല, അനിൽ ലർബി, വെട്ടുന്നതിൽ നിന്ന്. ആരെ? മിസ്മഇനെ വെട്ടിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് എൻ്റെ കുതിരകൾക്ക് വരെ അറിയാം. അതാണ് ആ കുതിരകൾക്ക് ഇത്ര ഊർജം എന്ന് പറയുന്നു. ഇത് നോക്കിയാൽ മതി. ഫഅദാഹു എന്നുള്ളത് നേരത്തെ പറഞ്ഞിടത്തുള്ള അഅദാഹു എന്നുള്ളത് മൻസൂബുൻ ബിൻ നിക്കായത്തി, ലഈഫുൻ നിക്കായത്തി അഅദാഹു എന്നുള്ളത്. ഉർവത്ത് എന്നുള്ളത് മൻസൂബുൻ ബി തഅ്ബീന, ഫഇന്നക വത്തഅ്ബീന ഉർവത. അവിടെ ഉർവ എന്നുള്ളത് നസ്ബ് ചെയ്യപ്പെട്ടത് തഅ്ബീൻ കൊണ്ടാണ്. മിസ്മഅ എന്നുള്ളത് മൻസൂബുൻ ബി ലർബ് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ അമല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ. തഖ്ദീർ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ആ തഅ്ബീൻ എന്നുള്ളതും അതിൻ്റെ കൂടെ ഒരു അന്നിട്ട് കൊടുത്താൽ മതി. അതേമാതിരി തന്നെ ലർബ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു അന്നിട്ട് കൊടുത്താൽ മതി. മിൻ അൻ തദ്രിബ എന്നാക്കിയാൽ മതി, അല്ലെങ്കിൽ മിമ്മ തദ്രിബു എന്നാക്കുക. ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളും എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.